നമസ്കാരം. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ മൊത്തം നോക്കിയത് ബാക്കിയുള്ള കേസ് എനിക്കറിയില്ല. ഇന്ത്യൻ ചരിത്രം മൊത്തം നോക്കിയെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി 4-ാം ദിവസം പ്രണയം മൊട്ടിട്ട് വിടരുന്നതും അല്ലെങ്കിൽ പടർന്ന് പന്തലിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. സത്യം പറയാലോ, ഇന്ന് ഏഷ്യാനെറ്റ് തന്നെ നമ്മൾക്ക് ആർക്കും സംശയമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് തന്നെ അതിനുള്ള പ്രൂഫുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. 1-2 മണിക്കല്ല, ഇന്ന് കാണിച്ച രാവിലെ വെളുപ്പാം രാവിലെ 3:30ക്കാണ് ആ അട്ടഹാസങ്ങൾ നടക്കുന്നത്. അതൊക്കെ ഇനി ലൈവിൽ വരത്തുള്ളൂ. അപ്പോഴേ കൃത്യമായിട്ട് നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രണയം ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ജാസ്മിന്റെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു ഒരു പോസിറ്റീവ് വൈബാണ് ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന ഗബ്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗബ്രി പറയുന്നുണ്ട്, ഗബ്രി വലിയ വായിലൊക്കെ പറഞ്ഞു, എനിക്ക് 1, 2, 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ആരെ പ്രണയിക്കാൻ പറ്റില്ല എന്ന് വീരവാദം മുഴക്കിയ ഗബ്രി വെറും 4-ാമത്തെ ദിവസത്തിൽ പ്രണയത്തിൽ അടിപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ത് പ്രണയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമൊന്നുമില്ല. ഇത് പ്രണയമാണെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല. ഇനി ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേര് ഈ 4 ദിവസം കൊണ്ട് ഇതുവരെ കാണാത്ത വ്യക്തികൾ ഒരു വീട്ടിൽ വന്നിട്ട് 4 ദിവസം കൊണ്ട് ഇമാതിരി പ്രണയത്തിലേക്ക് അകപ്പെട്ടു പോകുമോ എന്ന് ചോദിച്ചാലും ഐ ഡോണ്ട് നോ. ഇതിന്റെ ജെന്യൂനിറ്റി എത്രയെന്ന് വെച്ചാലും എനിക്കറിയത്തില്ല. എങ്കിലും ജാസ്മിന്റെ കണ്ണുകളിൽ ആ പ്രണയം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഗബ്രി ഇപ്പോഴും ഈ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കയ്പ് കൊണ്ട് ഇറക്കാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് ഗബ്രി നടക്കുന്നത്. രണ്ടുപേരും, ഗബ്രി ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ജാസ്മിൻ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ. ഇപ്പം സിജയ്ക്കൊപ്പം വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. നിങ്ങൾ ഇന്നത്തെ കേസ് നോക്കിയാൽ ഇന്നലെ ഈ ഒരു പാതിരാത്രി 2-3 മണി വരെ അവർക്ക് ഇതായിരുന്നു പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, എടുക്കുന്നു, ഇതൊക്കെ. അതിനുശേഷം പിന്നെ 8 മണിയാകുമ്പോൾ അലാറം വെച്ചിട്ട് ഇവരെ എഴുതിപ്പിക്കും. മോർണിംഗ് പാട്ടുണ്ട്. ആ പാട്ടിന് ശേഷം പിന്നെ ഇവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. കാരണം ഇന്നലെ ഉറക്കമില്ലല്ലോ. ആ ക്ഷീണം കൊണ്ട് തന്നെ ഇന്ന് ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല ആര്, ഈ പറഞ്ഞ ജാസ്മിൻ. ഉറങ്ങി തൂങ്ങിയിരിക്കും. നമ്മൾ ലൈവ് കണ്ടത് കൃത്യമായിട്ട് അറിയാം. പലയിടത്തും ഈ പറഞ്ഞ ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന ജാസ്മിൻ നമുക്ക് കാണാൻ സാധിച്ചു. തുടർച്ചയായ 2-ാമത്തെ ദിവസവും 3-3:30 ആയപ്പോഴും വീണ്ടും ഇവർ ഉറക്കമില്ല. നാളെയും ഈ പറഞ്ഞ 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. നാളെ രാവിലെ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇവര് പാട്ടിട്ട് എണീപ്പിക്കും. അപ്പോൾ അങ്ങനെ വീണ്ടും അവളെ ടയേർഡാവും, വീണ്ടും അവളെ കണ്ടന്റ് കൊടുക്കാൻ പോലെ ഈ ചിന്തകളായിരിക്കും. അപ്പോൾ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ പ്രണയം തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, പ്രണയമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത്ര പെട്ടെന്നുള്ള പ്രണയം എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിനി അവരൊരു ലവ് സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിന്റെ മുഖക്കും അവളുടെ കണ്ടും കാര്യങ്ങൾ കാണുമ്പോൾ ഇത് സ്ട്രാറ്റജി എന്നല്ല, അങ്ങ് ലവ് ആയതുപോലെയാണ് എനിക്കൊക്കെ തോന്നുന്നത്. പിന്നെ ഇത്ര പെട്ടെന്നാവുന്ന ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ന്യൂജനൊക്കെ ചിലപ്പം ഈ 4 ദിവസമൊന്നും വേണ്ടി വരത്തില്ല. ചിലപ്പോൾ അവർക്ക് ഒരു ദിവസമൊക്കെ മതിയാവുമായിരിക്കും ഇത്രയും ഒരു ദിവ്യ പ്രണയത്തിലേക്ക് എത്താൻ. എന്തായാലും നമുക്ക് കണ്ടന്റ് കിട്ടും, അവര് പ്രണയിക്കട്ടെ, പ്രണയം പൂത്തൊലയിട്ട്. എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. 4 ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള പ്രണയം വരുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇതിന് എത്ര ജെന്യൂനിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്, ഇത് എത്ര കാലം പോകും എന്നുള്ളതാണ്. ഈ 4 ദിവസം കൊണ്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചു എങ്കിൽ കൂടിപ്പോയി ചിലപ്പോൾ 1 മാസം ഇത് അടിച്ച് പിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ എന്തായാലും നമുക്ക് കണ്ടന്റ് ആയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് തന്നെ നല്ല രീതിയിൽ ഉപകരിക്കും. ഇനി എവിടെയൊക്കെ എന്തൊക്കെ പോകുന്ന ഒരു കണ്ണുകൊണ്ടുള്ള ചെറിയ ഒരു ആക്ഷൻ വരെ അവന്മാർ അത് ഒപ്പിയെടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ പ്രേക്ഷകരെ മുന്നിലേക്ക് ഇട്ടുതരും. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, അതൊക്കെ മാറി നല്ല ട്രാക്ക്. നിങ്ങൾ പ്രണയിച്ചോ, ഈ പറയുന്ന 3 മണിക്ക് 4 മണിക്ക് വരെയൊക്കെ നിങ്ങളിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ കണ്ടന്റ് വേറെ ഒന്നും കാണത്തില്ല. ഈ ലവ് ട്രാക്ക് മാത്രമേ കാണത്തുള്ളൂ. പുറത്ത് ഒരുപാട് നെഗറ്റീവ് ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.